നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹിക സേവന സംഘടനയായ തവനീഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സംഗമം സവിഷ്കാര ഡിസംബർ 1, 2, 3 തീയതികളിൽ നടക്കുമെന്ന് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ സ്കൂളുകളിൽ നിന്നും മാത്രം നടത്തിയിരുന്ന സവിഷ്കാര ഇത്തവണ ദേശീയ തലത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സവിഷ്കാര ഉദ്ഘാടനം ചെയ്യും. ക്രൈസ്റ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. വിധിനിർണയത്തിന്റെയോ താരതമ്യത്തിന്റെയോ സമ്മർദ്ദമില്ലാതെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളും സർഗാത്മകതയും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കാൻ ഉൾക്കൊള്ളുന്നതും മത്സരരഹിതമായ ഒരു ഇടം ഒരുക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഈ വർഷം കേരളത്തിലെ 30 സ്കൂളുകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്ത് 5 സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KJ വർഗീസ്, തവനീഷ് സ്റ്റാഫ് കോർഡിനേറ്റർ മൂവീഷ് മുരളി, കോർഡിനേറ്റർമാരായ പ്രിയ VB, സിജി CL, സൗമ്യ CS, നിവേദ്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ വർഷം സവിഷ്കാര നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള വലിയ സന്തോഷം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ്, ബഹുമതി ഈ ക്രൈസ്റ്റ് കലാലയത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അവർ അനുഭവിക്കുന്ന വേദനകൾ സമൂഹത്തിലെത്തിക്കുന്ന അവബോധന പരിപാടികൾ നടത്തിയ ആ മേഖലയിലാണ് ക്രൈസ്റ്റിനെ ഈ തവനീഷിലൂടെ ഈ അവാർഡ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേകത കൂടി കൂട്ടിച്ചേർത്ത് പറയട്ടെ, ഈ വർഷം ഇത് കേരളത്തിലെ ഒരു പരിപാടി അതിൽ നിന്ന് വളർന്ന് ഒരു ദേശീയ തലത്തിലുള്ളൊരു പരിപാടിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചറാണ് നമ്മുടെ ഈ കലാസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ നമ്മുടെ സ്വാഗതം പറയുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രിൻസിപ്പൾ ജോളി അച്ഛനാണ്. അതേപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് മാനേജർ അച്ഛനാണ്, റവറൻഡ് ഫാദർ ജോയ് PT. പിന്നെ നമ്മളുടെ ദേവമാതാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ടുള്ള ഫാദർ ജോസ് നന്ദിക്കരയാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ബദറുദ്ദീൻ വലിയകത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP വിൽസൺ, UDF ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ, കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സതീഷ് കാട്ടൂർ, JSS ജില്ലാ പ്രസിഡന്റ് ദാമു പൂവച്ചോട് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK സതീശൻ സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ബൈജു അമ്പലത്തുവീട്ടിൽ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആരോപണം ഉയർത്തുമ്പോൾ അതൊരു ധാർമ്മികത വേണം. ഞാൻ CPM-കാരെ കുറിച്ച് പറയുന്നില്ല. കൈവല്ലൂര് മുതൽ തൃശൂർ ജില്ലയിൽ CPM നടത്തിയിട്ടുള്ള 100,000 കോടി രൂപയുടെ തട്ടിപ്പുകൾ നമ്മൾ പറയാനുണ്ട്. ഞാൻ എന്റെ പഴയ പാർട്ടിക്കാർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുക, BJP-ക്കാർ, കാട്ടൂരിലെ BJP-ക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് UDF-നെതിരെ പറയാൻ എന്ത് ധാർമ്മികതയാണ്? ഈ കാട്ടൂരടക്കമുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ട കോൺഗ്രസുകാരെ വിട്ടേക്ക്, CPM-കാരെ വിട്ടേക്ക്, BJP-ക്കാരുടെ കുടുംബങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കയ്യിൽ നിന്ന് പണം വാങ്ങി പാതിവര തട്ടിപ്പ് നടത്തിയിട്ടുള്ള BJP-ക്കാർക്ക് UDF-നെതിരെ പറയാൻ എന്ത് ധാർമ്മികതയുള്ളത്? പാതിവര തട്ടിപ്പ് നടത്തിയവൻ NDA-യുടെ സംസ്ഥാന സഹകൺവീനർ, മനസ്സിലാക്കണം. മെഡിക്കൽ കോഴ തട്ടിപ്പ് നടത്തിയവൻ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സഹകരണ തട്ടിപ്പ് നടത്തി ഇപ്പൊ അഴിമതി കേസ് കുടുങ്ങിയവൻ മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇവരുടെ എല്ലാം മുകളിലിരിക്കുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് ബോർഡ് ഫ്രോഡ് മുതലാളി, BJP-യുടെ മുതലാളി. ഞാൻ പറയുന്നില്ല, കാരണം മുതലാളി പൈസ കൊടുത്ത് വാങ്ങിയ
ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ സുവോളജി വിഭാഗവും ബാംഗ്ലൂരിലെ മോംസൂൺ അക്കാദമിയും സംയുക്തമായി ക്ലിനിക്കൽ എംബ്രിയോളജിയും തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ബാംഗ്ലൂർ മോംസൂൺ അക്കാദമിയിലെ എംബ്രിയോളജി ലാബ് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ വിദ്യാജി സ്വാഗതം ആശംസിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 4ാമത് ഓൾ കേരള വടംവലി ടൂർണമെന്റിൽ കൊടകര സഹൃദയ കോളേജ് ജേതാക്കളായി. കൊട്ടേക്കാട് ചന്ദ്രശേഖര മേനോൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും പുന്നേലിപ്പറമ്പിൽ വറീദ് ജോസഫ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സഹൃദയ കോളേജ് നേടി. വിജയികൾക്ക് ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീരിക്കപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു ടി കല്യാൺ എന്നിവർ ചേർന്ന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.